ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അനമു ക്രിയേഷൻസിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ടൊക്കെ വരുന്നത്. ഒരുപാട് തിരക്കൊക്കെ ആയിരുന്നു കേട്ടോ, നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റാറൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മുടെ അന്നമൂലെ അമ്മുക്കുട്ടിയുടെ ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ ആയിരുന്നു സെപ്റ്റംബർ 27. അപ്പോൾ അതിന് ഉടുപ്പ് സ്റ്റിച്ച് ചെയ്യണമായിരുന്നു. അപ്പോൾ അതിൻ്റെ തിരക്കിലാണ്. അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഒന്നും എനിക്ക് ഇടാൻ പറ്റിയില്ല കേട്ടോ. എന്നാലും സ്റ്റിച്ച് ചെയ്യണ കുറച്ച് ഭാഗങ്ങൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പിടിച്ചത് ഒരു ചെറിയ വീഡിയോ ആക്കി അങ്ങനെ ചെയ്തു എന്ന് മാത്രം. അപ്പോൾ വളരെ സന്തോഷത്തിലായിരുന്നു എല്ലാവരും. അമ്മുക്കുട്ടിക്ക് നല്ല രീതിയിൽ ഒരു ഉടുപ്പ് സെറ്റാക്കണം, അവളുടെ ഐഡിയയ്ക്ക് യോജിക്കുന്ന രീതിയിലും അതുപോലെ വരയ്ക്കലൊക്കെ ആയിരുന്നു, എങ്ങനെ അടിക്കണം എന്നൊക്കെ. ഉടുപ്പ് സെറ്റ് ചെയ്യൽ മാത്രമല്ല, ഫുള്ളും സെറ്റ് ചെയ്തു ഞാൻ. തലയിലിടുന്ന നെറ്റാണെങ്കിലും ഗ്ലൗസ് ആണെങ്കിലും കയ്യിൽ പിടിക്കുന്ന ബൊക്കെയാണെങ്കിലും അതൊക്കെ ഫുൾ സെറ്റ് ചെയ്തു. എനിക്കത് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം നമ്മുടെ മക്കൾക്ക് നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കുക. ഞാനൊന്നും പുറത്തുനിന്ന് ഉടുപ്പൊന്നും വാങ്ങിക്കുക അങ്ങനെയൊന്നും ചെയ്യാറില്ല. അപ്പോൾ നമ്മൾ തന്നെ നമുക്ക് സ്റ്റിച്ചിങ് അറിയാവുന്നത് കൊണ്ട് നമ്മൾ തന്നെ അത് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ നമ്മുടെ മക്കൾക്ക് ചെയ്ത് കൊടുക്കുക. അത് അവരുടെ മുഖത്തുനിന്ന് ആ ഒരു സന്തോഷം കാണുമ്പോൾ അത് കൂടുതൽ അതിലേറെ സന്തോഷമാവും നമുക്ക്. അപ്പോൾ ഒരുപാട് ടെൻഷനും ഒക്കെ ഉണ്ടായിരുന്നു, ഇത് സ്റ്റിച്ച് ചെയ്ത് ആ സമയത്തിന് കഴിയുമോ എന്നുള്ള ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും എല്ലാം സെറ്റായി നല്ല രീതിയിൽ. അമ്മുക്കുട്ടിക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഉടുപ്പിട്ടിട്ട്. എല്ലാവർക്കും നല്ല ഇഷ്ടമായി അമ്മുക്കുട്ടിയുടെ ഉടുപ്പ്, സൂപ്പറായിരുന്നു. ഓരോ ഭാഗം സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴും അതിൻ്റെ പാച്ചും കാര്യങ്ങളൊക്കെ പാച്ച് വർക്ക് ചെയ്തതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അവൾ ഇട്ടിട്ട് ഇതെവിടെ ഫിറ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ സെറ്റ് ചെയ്ത് നോക്കി അങ്ങനെ റെഡിയാക്കി ആണ് ഞാൻ ചെയ്തെടുത്തത് കേട്ടോ. പിന്നെ തലയിൽ വെക്കുന്ന നെറ്റിൻ്റെ കാര്യത്തിൽ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് അത് സെറ്റാക്കി കൊടുത്തു. സെറ്റാക്കിയൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് അന്നക്കുട്ടി എന്ത് ചെയ്തു, അത് മുഴുവനും അന്നക്കുട്ടിയാണ് ബാക്കിയുള്ള പണിപ്പുരയിൽ ഉണ്ടായിരുന്ന ആൾ. ഇത് നമ്മുടെ അന്നമോൾക്ക് ഇതിൻ്റെ ഇടയിൽ ഇത് അന്നമോൾക്കുള്ള ഉടുപ്പ് ഞാൻ കട്ട് ചെയ്യാൻ എടുത്തതാണ് കേട്ടോ. അതാണ് ഇതിൻ്റെ ഇടയിൽ കയറിയത്. അന്നമോൾ നല്ല രീതിയിൽ തന്നെ അവളുടെ തലയിലിടുന്ന നെറ്റൊക്കെ സൂപ്പറാക്കി ചെയ്തു. അടിയിൽ അമ്മുക്കുട്ടിക്ക് ഒരാഗ്രഹം ഉണ്ടായത് എല്ലാ അമ്മമ്മയുടെ ഇഷ്ടത്തിന് ചെയ്തോ, പക്ഷേ അടിയിൽ എനിക്കിത് കണ്ട ഈ ഞെറി നന്നായിട്ട് തിക്കിൽ അതങ്ങനെ വെച്ച് കിട്ടണമെന്ന് ഒരു കാര്യം മാത്രമാണ് അമ്മുക്കുട്ടി പറഞ്ഞത്. അപ്പോൾ അമ്മുക്കുട്ടി അത് ആവശ്യപ്പെട്ടു. ഇത് അന്നമോൾ നെറ്റ് സെറ്റ് ചെയ്യണതാണ് കേട്ടോ. അത് അവൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നെറ്റ് 3 ലെയറായിട്ടായിരുന്നു, നല്ല സൂപ്പറായിരുന്നു. എല്ലാവർക്കും നല്ല ഇഷ്ടമായി ആ നെറ്റിൻ്റെ മോഡലൊക്കെ. അതേപോലെ ബൊക്കെയാണെങ്കിലും തിരി വെച്ചിട്ട് ആ തിരിയുമേ ഫ്ലവർ സെറ്റ് ചെയ്യണതായിരുന്നു. അതും നന്നായിട്ട് ഉണ്ടായിരുന്നു. എല്ലാവർക്കും നല്ല ഇഷ്ടമായി. ഇതായിരുന്നു അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഫോട്ടോഷൂട്ടായിരുന്നു. പ്രിൻ്റാണ് ഫോട്ടോ എടുത്തത്. ഇവിടെ ചേട്ടൻ്റെ സിസ്റ്ററുടെ മോനാണ്. അവർക്കൊരു വെഡ്ഡിങ് കമ്പനി ഉണ്ട്, ബ്രൈഡൽ എക്സ്പോ എന്നാണ് അവരുടെ വെഡ്ഡിങ് കമ്പനീൻ്റെ പേര്. സൂപ്പറാണ് കേട്ടോ, നന്നായിട്ട് ഫോട്ടോ എടുക്കും. അപ്പോൾ അടിപൊളി ഫോട്ടോസൊക്കെ ആയിരുന്നു കേട്ടോ. പ്രിൻ്റോൻ്റെ കുർബാന സ്വീകരണം കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് ഫോട്ടോസ് അവൻ വിട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മുക്കുട്ടി ഫുള്ള് സെറ്റായി, അടിപൊളിയായിട്ട് ഉടുപ്പൊക്കെ ഇട്ടിരിക്കുകയാണ്. ഇത് അന്നമോളുടെ ഉടുപ്പാണ് കേട്ടോ. അന്നമോളുടെ ഉടുപ്പ് അതിന് ശേഷമാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തത്. തലേ ദിവസമാണ് അന്നമോളുടെ ഉടുപ്പ് സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ആക്കിയത് തന്നെ. ഇതിൽ അമ്മുൻ്റെ ഇത് നെറ്റാണ് 3 ലെയറായിട്ട് ചെയ്തു എന്ന് പറഞ്ഞില്ലേ. അടിയിൽ 2 ലെയറിലും നന്നായിട്ട് തിക്കായിട്ട് ബീഡ് കൊടുത്തു. അടിയിലെ ലെയറല്ല, മുകളിലെ 2 ലെയറിൽ, അടിയിൽ മാത്രം കൊടുത്തില്ല. ഇത് പിന്നെ പാചകത്തിൻ്റെയൊക്കെ കുറച്ച് ഭാഗങ്ങൾ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ കേട്ടോ. എല്ലാവരും ഫുള്ളായിട്ടൊന്നും എടുത്തിട്ടൊന്നുമില്ല. ചേട്ടൻ്റെ അനിയനായിരുന്നു പാചകം, അനിയനും ഫ്രണ്ട്സും ആയിരുന്നു. നല്ല ഫുഡായിരുന്നു കേട്ടോ. സൂപ്പറായിട്ട് അവർ ഫുഡ് ചെയ്തു തരും. പിന്നെ തലേ ദിവസം നമ്മൾ ഒരുപാട് ഗ്രാൻഡായിട്ടൊന്നും അല്ല ചെയ്തത്, സിമ്പിളായിട്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് സെറ്റാക്കി തലേ ദിവസമാണ് ഇതൊക്കെ പിടിച്ചത്. ഇത് അപ്പച്ചനാണ് കേട്ടോ. അപ്പച്ചനും ബ്രദേഴ്സുമാണ് എനിക്ക് അവിടെയൊക്കെ ബലൂണൊക്കെ സെറ്റ് ചെയ്തൊക്കെ തരാനായിട്ട് എന്നെ സഹായിച്ചത്. അമ്മുക്കുട്ടി നല്ല ഹാപ്പി മൂഡില്ല, പാചകക്കാരുടെ അടുത്തുനിന്ന് വരുന്നുണ്ടായില്ല. അവളോട് പോയി കിടന്ന് ഉറങ്ങുന്നു പറഞ്ഞിട്ടൊക്കെ അവൾ അവിടെ തന്നെ നിൽക്കുമായിരുന്നു. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടാണ്
ഒരുപാട് ലേറ്റായിട്ട് അവൾ പോയി കിടന്ന്. നാളെ രാവിലെ പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു രക്ഷയുണ്ടായില്ല. ഇതെൻ്റെ ബ്രദറാണ് കേട്ടോ. അന്നമോളും 2 ബ്രദേഴ്സും ഒക്കെ കൂടിയാണ് ഇതെനിക്ക് സെറ്റാക്കി തരുന്നത്. ഇത് ഒരു ബ്രദറാണ്. അവരിതൊക്കെ വൈകുന്നേരം ആയപ്പോഴേക്കും ഫുള്ള് സെറ്റാക്കി. അടിപൊളിയായിരുന്നു. സിമ്പിളാണെങ്കിലും സൂപ്പറായി എന്ന് വേണം പറയാൻ. ഇനി അന്നത്തെ ദിവസത്തെ 27-ാം തീയതിയിലത്തെ പരിപാടി നമുക്ക് കാണാം കേട്ടോ. Congratulations to you. Congratulations to you, dear Anne-Maria. Congratulations to you. May the good God bless you. May the good God bless you. May the good God bless you, dear Anne-Maria. Congratulations to you. അപ്പോൾ പള്ളിയിലെ ഭാഗങ്ങളൊന്നും നമുക്കിതിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. ഫോട്ടോയിൽ ആണ് അതൊക്കെ ഉള്ളത് കേട്ടോ. വീഡിയോ ആയിട്ട് ഒന്നും തന്നെ പിടിച്ചിട്ടില്ല. വീട്ടിൽ വന്നിട്ട് കേക്ക് കട്ട് ചെയ്യുന്ന ഭാഗമൊക്കെയാണ് കേട്ടോ അത് ഇതിലുള്ളത്. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ ഞാനിതിൽ ഇതുപോലെ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവർ എടുത്ത ഫോട്ടോസൊക്കെ ഫുഡ് കഴിക്കണതാ. പിന്നെ ഫാമിലി ഫോട്ടോസും അങ്ങനെയായിരുന്നു എല്ലാവരും നമ്മൾ എടുത്തത്. പള്ളിയിലേക്ക് ഇറങ്ങുന്നതിന് മുന്നും ഒക്കെ ആയിട്ട് എടുത്ത ഫോട്ടോസാണ് ഇതൊക്കെ. പിന്നെ പള്ളിയിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് മൊബൈലിൽ വീഡിയോ പിടിക്കാൻ ആ നേരത്ത് അത് പറ്റിയില്ല. അതുകൊണ്ടാണ് ആ ഭാഗമൊക്കെ നമ്മൾ ഇതിൽ കയറ്റാതിരുന്നത് കേട്ടോ. അല്ലെങ്കിൽ അതും കൂടി വന്നേനെ. പിന്നെ ഇത് ജോഫിനച്ഛനാണ് ആൻമരിയയുടെ കുർബാന സ്വീകരണം നടത്തിയത്. അപ്പോൾ അച്ഛൻ്റെ കയ്യിൽ നിന്ന് മേടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ചേട്ടൻ അച്ഛനായതിന് ശേഷം കുർബാന സ്വീകരണം നടത്തിയാൽ മതി എന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു.